ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 നവംബർ മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് നവംബർ മാസം എങ്ങനെയാകും. നമ്മളെ ഈ നവംബർ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ഈ നവംബർ മാസത്തിൽ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ നവംബർ 16 3 നിന്നും 4 മാറുന്നു. ചൊവ്വ 4 സ്ഥിതി ചെയ്യുന്നു. ബുധൻ 4 സ്ഥിതിയുണ്ട്. 23 ആകുമ്പോൾ ആ ബുധൻ വക്രത്തിൽ 3 മാറുന്നു. ഗുരു 12 സ്ഥിതി ചെയ്യുന്നു. 11 മുതൽ ആ ഗുരു 12 വക്രത്തിലാകുന്നു. ശുക്രൻ നവംബർ 2 3 ഭാവരാശിയിലും 26 4 സഞ്ചരിക്കുന്നു. ശനി അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 28 ആ ശനി നേർസഞ്ചാരത്തിലാകുന്നു. രാഹു 7, കേതു ജന്മരാശിയിൽ. അപ്പോൾ നമ്മൾ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത നോക്കുമ്പോൾ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു, ബുധനും വക്രത്തിൽ സഞ്ചരിക്കുന്നു, ശനിയും വക്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതേസമയം ഗുരു ഉച്ചരാശിയിലാണ്, ശുക്രനും മൂലത്രികോണ രാശിയിലാണ്, അതുപോലെ ചൊവ്വയും സ്വക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇതാണ്, അത് മൂന്നും ബലമുണ്ട്. അതേസമയം 3 ഗ്രഹങ്ങൾ വക്രത്തിൽ വരുന്ന സമയമാണ്. ഇതാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത. അപ്പോൾ ഈ സ്ഥിതി വെച്ച് എങ്ങനെയാണ് ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ ആദ്യ പകുതി നീചരാശിയിലാണ്, 3. ഇപ്പം ആദ്യ പകുതി, അതും ജന്മരാശാധിപന് ഒരു നീചസ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. പൊതുവെ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് സാധ്യതയുണ്ട്. മാത്രമല്ല ജന്മരാശിയിൽ കേതുണ്ട്. ശാരീരികമായിട്ട് ഒരു ക്ഷീണം, ഓജസ്സില്ലായ്മയൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ്. 6ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുന്നത് നല്ലതാണ്, എങ്കിലും ആ ശനി വക്രത്തിലാണ്. അതുപോലെ 8ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 ഉച്ചസ്ഥിതനാണ്. അപ്പം 8ാം ഭാവാധിപൻ 12 വരുന്നതും വിപരീത രാജയോഗമാണ്. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് റിക്കവറി, അതിൽ നിന്ന് ആശ്വാസമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ 2 ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആഹാരത്തിൽ ശ്രദ്ധിക്കണം. ചിലർക്ക് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 5ാം ഭാവാധിപൻ 12 ഉച്ചനാണെങ്കിലും 12 സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ക്രമേണ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ മാനസികമായിട്ട് ഒരു പിരിമുറുക്കമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇനി തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ 2 മുതൽ 3 മൂലത്രികോണ രാശിയിലാണ്, ബലവാനാണ്. 10 കുജൻ, ബുധൻ, അതുപോലെ 16 മുതൽ സൂര്യൻ, ഈ 3 ഗ്രഹങ്ങളും 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ശനിയുടെ ദൃഷ്ടിയും 10 വരുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ പൊതുവെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടാകും. അതുപോലെ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും തൊഴിലിലെ തടസ്സങ്ങൾ മാറുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ബുധനൊക്കെ വക്രത്തിലായതുകൊണ്ട് നമ്മൾ ഈ തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. 10 ആ വക്ര ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്.
ഇപ്പോൾ തൊഴിലിടത്ത് നമുക്ക് പ്രായോഗികമായിട്ടുള്ള സ്കില്ലൊക്കെ കൂടുന്ന സമയമാണ്. ഏത് പ്രയാസകരമായിട്ടുള്ള വർക്ക് ചെയ്യുന്നതിനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകും. തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നു. സർക്കാർ സർവീസിലുള്ളവർക്ക് ആദ്യ പകുതിയേക്കാൾ അവസാനത്തെ പകുതി ഗുണാനുഭവം ഉണ്ടാകും. സർക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. സർക്കാർ സഹായമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ തൊഴിലന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമെന്ന് പറയാം. അവസാന വാരമൊക്കെ ആകുമ്പോൾ തൊഴിൽ ലബ്ധിക്കൊക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ പകുതി അല്പം കെയർ വേണം. കാരണം 12 നിൽക്കുന്ന ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണെങ്കിലും വക്രത്തിലാണ്. 7ൽ രാഹുവുണ്ട്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 4ലാണ്. 10 മുതൽ ആ ബുധൻ വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ബിസിനസ്സിനൊക്കെ എക്സ്പാൻഷനൊക്കെ സാധ്യതയുണ്ട്. ബിസിനസ് പ്ലാന് തന്ത്രങ്ങൾ ഒക്കെ ആവിഷ്കരിച്ചു പോകുന്നവർക്ക് ബിസിനസ്സിൽ വിജയം പ്രതീക്ഷിക്കാം. 7ലെ രാഹു സ്ഥിതി ഉള്ളതിനാൽ നമുക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. അവസാനത്തെ പകുതിയൊക്കെ ആ സൂര്യൻ 4ൽ വരുന്നു. അപ്പോൾ അതൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ നമ്മൾ ഈ പൊതുവെ ബിസിനസ്സിൽ തൊഴിലിൽ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. ഗുരുവൊക്കെ 12ൽ വക്രത്തിൽ വരുന്നുണ്ട് നവംബർ 11 മുതൽ. അപ്പം ഈ വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് ഒരു ചെറിയ മെല്ലപ്പോക്ക് ഈ അവസാനത്തെ പകുതി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ വിദ്യാകാരകനും കൂടിയാണ്. ആ ബുധൻ 4ലാണ്, സുഖസ്ഥാനത്താണ് നിൽക്കുന്നത്. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു 4ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. യോഗകാരകനായിട്ടുള്ള കുജൻ ബലവാനായിട്ട് 4ലുണ്ട്. അപ്പോൾ 16 മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ആ സൂര്യനും 4ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ആദ്യ പകുതി ജന്മരാശ്യാധിപന് നീചസ്ഥിതിയിലാണ്. അപ്പോൾ ആദ്യ പകുതി അല്പം ആലസ്യമൊക്കെ വന്നാലും 3ലെ ശുക്രൻ അത് നമുക്ക് ധൈര്യം വീര്യമൊക്കെ നൽകും. അതുപോലെ തന്നെ ബുധൻ 10 മുതൽ വക്രത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ, നമ്മുടെ എഴുത്തിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണം. കാരണം 2ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് വക്രസ്ഥിതി വരുന്നത്. അപ്പം നമുക്ക് ക്രമേണ പഠനത്തിലൊക്കെ ഒരു കോൺസെൻട്രേഷനൊക്കെ ഉണ്ടാകും. പഠനത്തിൽ മുന്നേറ്റമൊക്കെ ഉണ്ടാകും. പരീക്ഷകളിലൊക്കെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കുന്നതിനൊക്കെ കഴിയും. ഇപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചരാശിയിലാണ് എങ്കിലും 12ലാണ്. അത് വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ പകുതിയൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ 5ാം ഭാവാധിപൻ 12ലെ ഉച്ചസ്ഥിതനായിട്ടൊക്കെ വരുമ്പോൾ ഈ വിദേശത്തൊക്കെ നമ്മൾ ഇഷ്ടവിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധ്യമാകും. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട്, ബുധന് വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൂട്ടേണ്ടതും അതുപോലെ പഠന ചെലവ് കൂടുന്നതിനും അത് വഴിതെളിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ പൊതുവെ അവരുടെ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ഉം 11ഉം ഭാവാധിപൻ ബുധൻ, ആ ബുധൻ 4ലാണ്. 10 മുതൽ ആ ബുധൻ വക്രത്തിലാവുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി, റെൻ്റൽ ഇൻകം, അതുപോലെ കൃഷി, ഇവ വഴിയൊക്കെ നമുക്ക് വരുമാനം കൂടാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ഈ ബുധനൊക്കെ വക്രസ്ഥിതിയിൽ വരുന്നത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ആ ധനസ്ഥിതി ഉയരണമെന്നില്ല. ധനാഗമം ഉണ്ടാകും, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ തോതിൽ ധനാഗമം ഉണ്ടാകണമെന്നില്ല. ധനകാരകൻ ഗുരു, ആ ഗുരു 12ൽ ഉച്ചനാണ്. അപ്പോൾ 11 മുതൽ ആ ഗുരു വക്രസ്ഥിതിയിൽ വരുന്നു. അപ്പോൾ ധനഭാവത്തിൽ പ്രത്യേകിച്ച് 8 നിൽക്കുന്ന ആ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട് 2ൽ. അതൊക്കെ ധനച്ചെലവ് കൂടുന്നതിന് ഇടയാക്കും. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക്
പഠന കാര്യങ്ങൾക്ക്, ആധ്യാത്മിക കാര്യങ്ങൾക്ക്, ദൂരയാത്രകൾക്ക് ഒക്കെ തന്നെ ചെലവ് കൂടാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സമ്പാദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉയരണമെന്നില്ല. പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 10 മുതൽ വക്രത്തിലാണ്. ആദ്യ പകുതി വലിയ പ്രയാസമില്ല. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ ബുധനൊക്കെ വക്രസ്ഥിതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ച് ബുധൻ 2ഉം 11ഉം ഭാവാധിപനാണ്, നേട്ടത്തിൻ്റെ ഗ്രഹവുമാണ്, സമ്പാദ്യ സ്ഥാനത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ധനവിനിയോഗത്തിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. 7ാം ഭാവം എന്ന് പറയുന്നത്, 7th ലോഡ് എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി അഷ്ടമത്തിലാണ്. എങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ആ 7ാം ഭാവാധിപൻ വക്രത്തിലാണ്. അതുപോലെ അതുകൊണ്ട് വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ചിലർക്ക് മുമ്പ് വന്ന വിവാഹ ആലോചനകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ജന്മരാശിയിലൊക്കെ കേതു, 7ിലൊക്കെ രാഹു. അപ്പോൾ ഈ രാഹു കേതുക്കളുടെ ആക്സിസാണ് 7ഉം ജന്മരാശി എന്ന് പറയുന്നത്. അപ്പം അത് ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഒരു തീരുമാനം കഴിവതും ഈ വിഷയത്തിൽ എടുക്കാതെ ആലോചിച്ച് തീരുമാനം എടുക്കുക. പ്രത്യേകിച്ച് 7ിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഈ ഡിസംബർ വരെ ആ 7ൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് സഡനായിട്ടുള്ള തീരുമാനം എടുക്കാതിരിക്കുക. ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുക. ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥിതിയിലാണ്, എങ്കിലും 12ലാണ് ഉച്ചസ്ഥിതി. അപ്പോൾ പ്രണയബന്ധമൊക്കെ ശക്തമാകും. എങ്കിലും പ്രണയ പങ്കാളിക്ക് ചിലപ്പോൾ പ്രണയ പങ്കാളി നമ്മളിൽ നിന്ന് ദൂരസ്ഥലത്തേക്ക് ചിലപ്പോൾ മാറി താമസിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനോ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ നേരിട്ട് കാണുന്നതിനുള്ള ഒരു തടസ്സമൊക്കെ ചിലപ്പോൾ ആ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് പറയാം. ചിലപ്പോൾ ഈ 5ാം ഭാവാധിപൻ 12ലൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയ പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഈ ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ ഒരു കെയർ വേണം. രവി, അതുപോലെ ശുക്രൻ ബന്ധം ആദ്യ പകുതി, അതുപോലെ 7ൽ രാഹു, അതുപോലെ 7ൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. 7ാം ഭാവാധിപനായ ശനിയാണെങ്കിൽ അഷ്ടമത്തിലാണ്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ ടെൻഷൻ, ഒരു തൃപ്തിയില്ലായ്മയാണ് അത് കാണിക്കുന്നത്. ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ, പ്രത്യേകിച്ച് 7ൽ രാഹുവും 7ൽ ചൊവ്വയും. അപ്പോൾ രാഹു 7ൽ നിൽക്കുന്നു, ചൊവ്വ 7ൽ നോക്കുന്നു. അപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വ ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹവും കൂടിയാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിവതും വഴിസാകാതെ നോക്കണം. അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെ ആയതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ ഏതൊരു ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സുഖസ്ഥാനത്താണെങ്കിലും 10 മുതൽ ആ ബുധൻ വക്രത്തിൽ വരുന്നു. അതുപോലെ 2ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. 4ലാണെങ്കിൽ ചൊവ്വ 4ാം ഭാവാധിപനായിട്ട് 4 നിൽക്കുന്നു. അത് നല്ലതാണ്. എങ്കിലും 16 മുതൽ ആ 16 മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനും ആ 4ൽ വരുന്നുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 4ലുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ ഇഷ്യൂസ്, അതിമുഖാന്തരമുള്ള ടെൻഷൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ബുധൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് വീട്, വാഹനം, വസ്തു ഇവയൊക്കെ വാങ്ങുന്നതിനൊക്കെ നമുക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ആദ്യ പകുതി അനുകൂല സമയമാണ്. അതുപോലെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ 4ലെ ദൃഷ്ടി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. നവംബർ 3, 4, 11, 12, 25, 26, 27, 30 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും നല്ല അനുകൂല ദിവസമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇപ്പോൾ അതേസമയം ഈ പൊതുഫലത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അത് ഈ കുറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ഇപ്പോൾ നടക്കുന്ന ദേശ അപകാരം, ഛിദ്രം, ഇവയുടെ സ്വാധീനം കൊണ്ടായിരിക്കും മാറ്റം വരുന്നത്. ഇപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയോ അപകാരമോ ഛിദ്രമാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം കൂടും. മറിച്ചാണെങ്കിൽ ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. അപ്പോൾ ചിങ്ങക്കുറുകാർ എല്ലാവരും ചിങ്ങലഗ്നക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചിലർ ചിങ്ങലഗ്നത്തിൽ വരാം, മറ്റുള്ളവർക്കല്ല മറ്റ് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. ഇപ്പം ചിങ്ങക്കൂറും ചിങ്ങലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അതേസമയം ഈ കുറുല നക്ഷത്രക്കാർക്ക് മറ്റ് ലഗ്നരാശികളാണ് വന്നിട്ടുള്ളതെങ്കിൽ അവർ ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കണം. കാരണം കൂറിൻ്റെ ഫലത്തിൽ ചിലപ്പോൾ ചില നെഗറ്റീവ് ഇഫക്റ്റ് പറയും, മോശമായിട്ടുള്ള ചില ഫലാനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ അവർക്ക് ഇഷ്ടരാശിയിൽ ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് ഇഫക്റ്റ് ഇല്ലാതാക്കാൻ ആ ഇഷ്ടരാശിയിലെ ഈ ലഗ്നം വരിക വഴി അവർക്ക് അതിന് കഴിയും. അപ്പോൾ ഒരു കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ സൂക്ഷ്മത എന്ന് പറഞ്ഞ ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നം ഏതാണെന്ന് ഏത് രാശിയാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.